ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നാഷണൽ ഡോക്ടേഴ്സ് ഡേ, ജീവൻ കാക്കുന്നവർക്കായി ഒരു ദിനം. ജീവിതത്തിൽ ഇരുട്ടു വീഴുമ്പോൾ, രോഗത്തിന്റെ വേദനയിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ പ്രതീക്ഷയുടെ തിരിനാളവുമായി എത്തുന്ന ചിലരുണ്ട്. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നേർത്ത നൂൽപ്പാലത്തിലൂടെ നമ്മൾ ഭയന്നു നടക്കുമ്പോൾ ധൈര്യം തന്ന് ചേർത്തു പിടിക്കുന്നവർ, നമുക്കോരോരുത്തർക്കുമായി നിരന്തരം പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ. ഇന്നലെ ജൂലൈ 1, ദേശീയ ഡോക്ടേഴ്സ് ദിനം. നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവതുല്യരായ ആ മനുഷ്യർക്കായുള്ള അവരുടെ സേവനങ്ങളെ പ്രശംസിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായുള്ള ദിനം. ജൂലൈ 1 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ്. ആരോഗ്യമേഖലയ്ക്ക് അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകളെ മുൻനിർത്തി 1991 മുതലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദിനം ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിച്ചു വരുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർമാരാണെന്നും അവരുടെ കഠിനാധ്വാനം, കാരുണ്യം, പ്രതിബദ്ധത എന്നിവ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെപ്പോലും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സമൂഹമാധ്യമത്തിൽ കുറിച്ച ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യമന്ത്രി കെ മുരളീധരനും ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. രാജ്യമൊട്ടാകെ വിവിധ ആശുപത്രികളും മെഡിക്കൽ സ്ഥാപനങ്ങളും ആരോഗ്യ സെമിനാറുകൾ നടത്തിയും മികച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ നൽകിയും സമുചിതമായാണ് ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തും ദിനാഘോഷ പരിപാടികൾ നടന്നു. IMA കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷ പരിപാടിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഡോക്ടർമാർക്ക് അവാർഡുകൾ സമ്മാനിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. കേരള മോഡൽ എന്നറിയപ്പെടുന്ന ആരോഗ്യ മാതൃകയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഡോക്ടർമാരുടെ അർപ്പണബോധമാണ്. ഗ്രാമീണ മേഖലയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മുതൽ അതിനൂതന സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിൽ വരെ രാപ്പകൽ ഭേദമന്യേ അവർ നടത്തുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രളയം പോലുള്ള ദുരന്ത സാഹചര്യങ്ങളെയും ഇപ്പോഴും വെല്ലുവിളി ഉയർത്തുന്ന നിപ, കോവിഡ്, ഷിഗല്ല പോലുള്ള നിരവധി രോഗങ്ങളെയും അതിജീവിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കും സമൂഹത്തിനാകെയും കരുത്തു നൽകുന്നത് അർപ്പണബോധമുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യമേഖലയുടെ ആകെ തന്നെയും സേവനങ്ങളാണ്. ആതുര സേവന രംഗത്തേക്ക് പൂർണ്ണ മനസ്സോടെ കടന്നുവരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അവരുടെ കൈകളിലാണ് തങ്ങളുടെ ആരോഗ്യകരമായ ജീവിതമെന്ന് മനസ്സിലാക്കുന്ന പൊതുസമൂഹവും ഇവരുടെയെല്ലാം താൽപര്യങ്ങളും ക്ഷേമവും മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ഒരുമിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ ഉയരത്തിലെത്താനാവും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ. ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ നൽകിവരുന്ന നിസ്വാർത്ഥ സേവനങ്ങളെ ഓർമ്മിക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു അവസരമായി ദേശീയ ഡോക്ടേഴ്സ് ദിനം ശ്രദ്ധിക്കപ്പെടുന്നു. ഡോക്ടർമാർക്ക് ഭീതിയില്ലാതെ ഏറ്റവും നല്ല ചികിത്സ രോഗികളിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ അനിവാര്യമാണ്. ഇത് പ്രായോഗികമാകണമെങ്കിൽ അധികാരികളുടെയും പൊതുജനത്തിന്റെയും സന്മനസ്സും സഹകരണവും അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക, സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ചെറിയ ആരോഗ്യ സ്ഥാപനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നീ മാർഗങ്ങളിലൂടെ കേരളത്തെ ആരോഗ്യരംഗത്ത് ഇനിയും ഏറെ മുന്നിലെത്തിക്കാൻ സാധിക്കും. വെല്ലുവിളികൾക്കിടയിലും സേവനസന്നദ്ധതയോടെ മുന്നേറുന്ന ഡോക്ടർമാർക്ക് നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഏറ്റവും വലിയ കരുത്ത്. ആരോഗ്യകരമായ ഒരു നാളേക്കായി ഡോക്ടർമാരും പൊതുജനങ്ങളും തമ്മിലുള്ള ഈ സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ. മഹത്തായ സേവനങ്ങൾക്കിടയിലും ഒരു ഡോക്ടർ തന്റെ കൃത്യനിർവഹണത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില പ്രധാന കാര്യങ്ങളുണ്ട്. രോഗിയോട് അനുകമ്പയോടെയും സ്നേഹത്തോടെയും പെരുമാറാനും അവരുടെ സംശയങ്ങളെയും ആശങ്കകളെയും ക്ഷമയോടെ കേൾക്കാനും ഡോക്ടർമാർക്ക് കഴിയണം. ചികിത്സ തേടിയെത്തുന്ന രോഗിയുടെ സാമ്പത്തികമോ സാമൂഹികമോ ആയ പശ്ചാത്തലം ഒരിക്കലും പരിചരണത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല. ഓരോ ജീവനും ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടതും പ്രധാനമാണ്.
വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിരന്തരം അറിവ് നേടുകയും ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും മെഡിക്കൽ എത്തിക്സ് മുറുകെ പിടിക്കുകയും വേണം. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഓരോ ഡോക്ടറും ഇന്ന് ജോലി ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന് പകരമാകാൻ ഒന്നിനുമാകില്ല. പരസ്പര വിശ്വാസമുള്ളിടത്തെ ചികിത്സ ഫലപ്രദമാകൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ കൂടുകയാണ്. ഒന്നോ രണ്ടോ പേർ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം. എന്നാൽ രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന രീതി സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. ജീവൻ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവർക്ക് നേരെ കൈ ഉയർത്തുന്ന ഈ പ്രവണത തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലും മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാര ജേതാവുമായ ഡോക്ടർ ചാന്ദിനി വാർത്താ തരംഗിണിയോട്. നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ആരോഗ്യരംഗത്ത് പ്രതിരോധത്തിലും ചികിത്സയിലുമുള്ള ഡോക്ടർമാരുടെ പങ്കിനെക്കുറിച്ച് തീർച്ചയായും നമുക്ക് ഓർക്കാം. തന്റെ മുന്നിലെത്തുന്ന ഓരോ വ്യക്തിയെയും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി ചികിത്സിക്കേണ്ടുന്ന ചുമതലയാണ് ഡോക്ടർക്കുള്ളത്. ഇന്നത്തെ ലോകത്തിൽ രോഗങ്ങളും രോഗനിർണയവും ചികിത്സാരീതികളും മാറിവരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും മുന്നിൽ ഡോക്ടർമാർ നിറവേറ്റുന്ന കർത്തവ്യങ്ങൾ പല മടങ്ങാണ്, വ്യത്യസ്തമാണ്. ആ മഹത്തായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും മനുഷ്യരാണെന്നും അതിമാനുഷിക കഴിവുകൾ ഉള്ളവരല്ലെന്നും നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ ആശുപത്രി സംവിധാനങ്ങളോടും ഡോക്ടർമാരോടുമുള്ള സമീപനത്തിന് മാറ്റം ഉണ്ടാവുകയും എല്ലാ സ്ഥാപനങ്ങളും രോഗി സൗഹൃദമാവുകയുമുള്ളൂ. ഡോക്ടർമാർക്ക് ഭയരഹിതവും ഉചിതവുമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ അതിനൂതനമായ അറിവുകളും ചികിത്സാരീതികളും ദിവസവും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് ഉള്ള ഒരു ഡോക്ടറാകാനും രോഗീപരിചരണം മഹത്തായ ഒരു ദൗത്യമായി കാണാനും ഡോക്ടർമാർക്കും ഉത്തരവാദിത്തമുണ്ട്. ബിഹൈൻഡ് ദ മാസ്ക്, ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്? ഒരു സർജിക്കൽ മാസ്കിന് പിന്നിൽ നാം കാണുന്ന ഡോക്ടർമാർ, നമ്മെ സുഖപ്പെടുത്തുന്ന അവരെ ആര് സുഖപ്പെടുത്തും എന്ന വലിയ ചോദ്യമാണ് ആരോഗ്യ പ്രവർത്തകർ പൊതുസമൂഹത്തിനു മുന്നിൽ വെക്കുന്നത്. പ്രതിദിനം അനവധി രോഗികളെയാണ് പലപ്പോഴും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഓരോ ഡോക്ടർമാരും പരിശോധിക്കുന്നത്. വിശപ്പും ദാഹവും ഉറക്കവും മാറ്റിവെച്ചുള്ള ഈ ഓട്ടത്തിനിടയിൽ അവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക തളർച്ച വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. തുടർച്ചയായ നൈറ്റ് ഡ്യൂട്ടികളും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ മരണം മുന്നിൽ കാണേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വേദനയും അവരെയും തളർത്താറുണ്ട്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ദു വി നായർ. ഡോക്ടേഴ്സ് ഡേയില് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു പ്രശ്നം, ഹു വിൽ ഹീൽ ദ ഹീലേഴ്സ്? പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കുറുന്തോട്ടിക്ക് തന്നെ വാദം വന്നാൽ എന്തു ചെയ്യും? അതുപോലെയാണ് ഈ ഒരു അവസ്ഥയും. പഠിതാക്കളിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ടവരാണല്ലോ വൈദ്യ പഠനത്തിനായി വരുന്നത്. 5-6 വർഷത്തെ പഠനം കഴിഞ്ഞ് നേടുന്ന ഡിഗ്രി, പിന്നെയും 3-4 വർഷത്തെ ഉപരിപഠനം, പിന്നെ പല വർഷങ്ങളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനം. ഇങ്ങനെ ജീവിതത്തിന്റെ തന്നെ ഒരു വലിയ പങ്ക് അവർ പഠനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. ഇവ മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഡോക്ടർമാർ സ്ഥിരമായി നേരിടുന്നത്. ഏറെ സമ്മർദ്ദമേറിയ പല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടവരാണ് ഡോക്ടർമാർ. അടുത്ത കാലങ്ങളായി നാം കാണുന്ന പ്രധാന പ്രതിസന്ധി ഇതിന് തക്കതായി പ്രതിഫലവും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവ കൂടാതെ തൊഴിലിടങ്ങളിലെ പലവിധ സമ്മർദ്ദങ്ങൾ, രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും മറ്റും ഏൽക്കേണ്ടി വരുന്ന കയ്യേറ്റങ്ങൾ അടക്കം ഇവർ നേരിടേണ്ടി വരുന്നു. ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രധാനമായും മോഡേൺ മെഡിസിൻ ശാഖ നേരിടുന്നതാണ്. ഇത്തരത്തിലെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും വിഷാദത്തിലേക്കും ലഹരിയുടെ ഉപയോഗത്തിലേക്കും മാനസിക തളർച്ച അഥവാ ബേൺ ഔട്ടിലേക്കും ആത്മഹത്യകളിലേക്കും നയിക്കുന്നു. ഇനി പരിഹാരമാർഗങ്ങൾ നോക്കിയാൽ അടിസ്ഥാനപരമായി ഡോക്ടർമാരും മനുഷ്യരാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. സ്വന്തം ആരോഗ്യം, അതിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ്. മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാൻ സ്വയം പ്രാപ്തരാവുക. സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഹോബീസ്, മീ ടൈം ഇവയൊക്കെ അതിന് നമ്മെ സഹായിക്കും. പോസിറ്റീവായ കോപ്പിംഗ് മെക്കാനിസംസിന് ഊന്നൽ കൊടുക്കേണ്ടതാണ് ഏറെ പ്രധാനം. തിരക്കുള്ള ദിനചര്യയുടെ ഇടയിലും സമയത്തിന് ഭക്ഷണം, ആവശ്യമായ ഉറക്കം ഇവ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്. കാരണം എന്നാൽ മാത്രമേ രോഗികളുടെ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
സാധാരണക്കാരുടെ വേദനകളിൽ ആശ്വാസമേകാനും ജീവൻ രക്ഷിക്കാനും യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർമാർ. രോഗാവസ്ഥയിലുള്ള ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ മരുന്നുകൾക്കപ്പുറം ഡോക്ടർമാർ പകർന്നു നൽകുന്ന സ്നേഹവും പരിചരണവും വലിയ പങ്കാണ് വഹിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ ഡോക്ടർമാർ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കണ്ണൂരിൽ നിന്നും ജ്യോതി ആകാശവാണിയോട്. ആധുനിക വൈദ്യശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും അത്യാധുനിക ജീവൻ രക്ഷോപാധികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു രോഗിക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് ഡോക്ടറുടെ സാന്നിധ്യവും കാരുണ്യവുമാണ്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നുമില്ലാത്ത ദുഃഖവും നിരാശയും മാത്രം നിറഞ്ഞ എന്റെ കഴിഞ്ഞ കുറച്ചുകാലം ഏറെ ദിവസങ്ങളും കഴിച്ചുകൂട്ടിയത് ആശുപത്രിവാസവും തുടർ ചികിത്സകളുമായിട്ടായിരുന്നു. അന്ന് അവിടുത്തെ ഡോക്ടർമാർ, നഴ്സുമാർ ഇവരൊക്കെ പകർന്നു തന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് എന്നെ തിരികെ പ്രത്യാശയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയതെന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന സേവനം വാക്കുകൾക്കപ്പുറമാണ്. കോവിഡ് മഹാമാരിയുടെ ആ കഠിനമായ നാളുകൾ തന്നെ ഓർത്തു നോക്കിയാൽ അറിയാം. ലോകം മുഴുവൻ ഭയന്ന് വിറച്ച് വീടുകൾക്കുള്ളിൽ അഭയം കണ്ടെത്തിയപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മുൻനിരയിൽ പോരാടിയവരാണ് നമ്മുടെ ഡോക്ടർമാർ. സ്വന്തം ബന്ധുക്കൾക്ക് പോലും പ്രവേശനമില്ലാതിരുന്ന ഐസൊലേഷൻ വാർഡുകളിൽ രോഗികൾക്ക് കാവലിരുന്നതും ധൈര്യം പകർന്നതും ഈ ഡോക്ടർമാരാണെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നിട്ടും വിരലിൽ എണ്ണാവുന്ന ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളോ തെറ്റായ പ്രവണതയോ കാരണം മുഴുവൻ ഡോക്ടർമാരെയും പഴി പറയുകയും ആശുപത്രിയുടെ നേർക്കു തന്നെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന പ്രവൃത്തികൾ അത്യന്തം നിർഭാഗ്യകരം തന്നെയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ജനസേവനം നടത്തുന്ന നല്ലവരായ ഡോക്ടർമാരെ തിരിച്ചറിയാനും അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കാനും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. ആതുര സേവന രംഗത്ത് ഡോക്ടർമാർക്കൊപ്പം രാപ്പകൽ പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. ജീവൻ രക്ഷിക്കാനുള്ള ഓരോ പോരാട്ടത്തിലും ഡോക്ടർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർ കാണിക്കുന്ന ധൈര്യവും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളും നൽകുന്ന പ്രചോദനവും എല്ലാം നേരിട്ടറിയുന്നതും നഴ്സുമാർക്ക് തന്നെയാണ്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ നഴ്സിംഗ് ഓഫീസർ സെമീന ഹസൻ വാർത്താ തരംഗിണിയോട്. ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിലെ രോഗികളായ അന്തേവാസികൾക്ക് ഡോക്ടർമാർ നൽകി വരുന്ന സേവനം മറ്റു ആശുപത്രിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം വർഷങ്ങളായി അവരുടെ ലോകമെന്ന് പറയുന്നത് ആശുപത്രിയിലെ മതിൽക്കെട്ടിനുള്ളിലാണ്. ജനിച്ച നാടും വീടും ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട നിസ്സഹായ അവസ്ഥ. വീട്ടിലെ മുതിർന്ന ആളുകൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത് അതേ സാഹചര്യമാണ് ഡോക്ടർക്ക് ഇവിടെയുള്ളത്. ഒരു കുടുംബ അംഗം പോലെയാണ് അവർക്ക് ഡോക്ടർ. ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയാണ് അവർക്ക് ഓരോരുത്തർക്കും ഡോക്ടർമാർ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കുപരി മാനസികമായ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഡോക്ടർമാർ നൽകുന്ന അർപ്പണ മനോഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരിക്കും ഡോക്ടർമാർ അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, ആഘോഷങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെയും അവർക്ക് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ രാജ്യത്തെ ആരോഗ്യ മേഖലയെ വളരെയേറെ മികവുറ്റതാക്കുന്ന ഡോക്ടർമാർ, മാറി മാറി വരുന്ന ഭയാനകമായ പുതിയ പുതിയ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഡോക്ടർമാർ, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഓരോ ഡോക്ടർക്കും അവർക്ക് അർഹമായ പരിഗണനയോ സുരക്ഷിതത്വമോ നാം നൽകുന്നുണ്ടോ? അതൊക്കെയും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സമൂഹമെന്ന നിലയിൽ നമുക്കും അതിനായി ചിലത് ചെയ്യാനുണ്ട്. ഇന്റർനെറ്റിൽ നോക്കി സ്വയം ചികിത്സ നിശ്ചയിച്ച് ഡോക്ടർമാരെ സംശയത്തോടെ കാണുന്ന ശീലം നമ്മൾ മാറ്റണം. ആശുപത്രികളിൽ അക്രമരഹിതമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഞ്ചിരിയോ ചെറിയൊരു നന്ദി വാചകമോ മതി അവരുടെ ഒരു ദിവസത്തെ ക്ഷീണം മാറ്റാൻ. തുടർച്ചയായി ഡ്യൂട്ടി നൽകാത്ത രീതി, കൃത്യമായ സുരക്ഷാ ഓഡിറ്റ്, ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സേഫ് സോണുകൾ, വിശ്രമവേളകൾ ഇതൊക്കെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോളിസി തലത്തിൽ തന്നെ നടപ്പിലാക്കണം. പ്രിയ ശ്രോതാക്കളെ, മാസ്കിന് പിന്നിലെ ആ മുഖങ്ങൾ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടേതാണ് എന്ന് തിരിച്ചറിയുക. നമുക്കായി രാപ്പകൽ ഉണർന്നു പ്രവർത്തിക്കുന്നവർക്ക് കാവലാകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം
ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.